ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൊതുവേ ന്യൂ യൂട്യൂബേഴ്സ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അവരുടെ വ്യൂസ് സ്പാം ആയി പോകുന്നു. ആദ്യം നല്ല വ്യൂസ് കാണിച്ച ശേഷം അത് കുറച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത്. വ്യൂസ് കാണിക്കുന്നുണ്ട് കൂടുതലായിട്ട്, പക്ഷേ പിന്നീട് അത് കുറയുന്നു എന്നുള്ള പരാതി മിക്ക ന്യൂ യൂട്യൂബേഴ്സും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഈ അടുത്ത സമയത്തായിട്ട് ഒരു റൂമർ പരന്നിട്ടുണ്ടായിരുന്നു. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചിലരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിലെ വ്യൂസ് ഫ്രീസ് ആകുന്നു. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മളെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അനലിറ്റിക്സ് നോക്കുക, അതല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്താൽ, ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഫ്രീസ് ആകും, വ്യൂസ് ഒന്നും അപ്ഡേറ്റ് ആകുന്നതല്ല എന്നുള്ളൊരു റൂമർ പൊതുവെ പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് അതങ്ങനെ ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ഒരു സംശയം ഇത് കാണുന്ന ഏതെങ്കിലും ഒരു ന്യൂ യൂട്യൂബർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, YT സ്റ്റുഡിയോ എന്നുള്ള യൂട്യൂബിൻ്റെ ആപ്പ് നമുക്ക് നൽകിയിട്ടുള്ളത് ക്രിയേറ്റേഴ്സിനാണ് ഇത് നൽകിയിട്ടുള്ളത്. അവർക്കാണിത് യൂസ്ഫുൾ ആകുന്നത്. അവരുടെ ചാനലിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാനാണ്. നമ്മുടെ ചാനലിൻ്റെ മൊത്തത്തിലുള്ള എല്ലാം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആണെങ്കിലും ബാക്കി വീഡിയോൻ്റെ പെർഫോമൻസ്, അനലിറ്റിക്സ്, കമൻറ്റ്, കമ്മ്യൂണിറ്റി ടാബ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത് YT സ്റ്റുഡിയോ ആപ്പാണ്. അതിലൂടെയാണ് നമ്മൾ ചാനലിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്കത് ഒരു ദിവസം ഇത്ര തവണ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു വീഡിയോൻ്റെ അനലിറ്റിക്സ് ഇത്ര തവണ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഒരു ക്രിയേറ്റർ എത്ര തവണ വേണമെങ്കിലും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഒരു പ്രോബ്ലം അതുകൊണ്ട് നിങ്ങളുടെ ചാനലിന് സംഭവിക്കുന്നതല്ല. എന്നാൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. YT സ്റ്റുഡിയോ യൂട്യൂബ് നമുക്ക് നൽകിയ ഒരു ആപ്ലിക്കേഷനാണ് ചാനലിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ബാക്കി കാര്യത്തിനും. അങ്ങനെയെങ്കിൽ അത് എപ്പോഴും നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെയെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്കെപ്പോഴും ഓപ്പൺ ചെയ്യാമല്ലോ യൂട്യൂബ് ആപ്പ് വഴി. അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഞാൻ റിയൽ ആയിട്ടിരുന്ന് എൻ്റെ വീഡിയോ കാണുന്നതാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും വ്യൂസിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്നതല്ല. ഞാൻ ആ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെ സ്പാം ആകുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് YT സ്റ്റുഡിയോ എടുത്ത് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ വീഡിയോക്ക് എത്ര വ്യൂസ് ആയി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തവണ വീണ്ടും ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നോക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ അത് സ്പാം ആകുന്നതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ന്യൂ യൂട്യൂബേഴ്സാണ്. അവർക്ക് സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ബാക്കി വ്യൂസും വളരെ കുറവായിരിക്കും. അപ്പോൾ മെജോറിറ്റി അതിൽ വരുന്ന പകുതിയിലധികം വ്യൂസ് നമ്മൾ തന്നെ ഇരുന്ന് കാണുന്നതാകുമ്പോൾ അത് നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ടും ബാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ ന്യൂ യൂട്യൂബേഴ്സിന് എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യൂസ് മാത്രമാണ്. നമുക്ക് നിങ്ങൾക്കറിയാം, ചിലപ്പോൾ അവർ ടാസ്ക് ചെയ്യുന്നുണ്ടാകും, അവരുടെ ഫ്രണ്ട്സിനൊക്കെ അതിങ്ങനെ ലിങ്ക് അയക്കുന്നുണ്ടാകും. ആ ഒരു വ്യൂസ് മാത്രമായിരിക്കും അവർക്ക് തുടക്കത്തിൽ ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻവാലിഡ് ക്ലിക്കുകൾ ചെയ്യുമ്പോൾ, അത് കുറക്കുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു വ്യൂസ് തന്നെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഞാനിത് പറയാൻ കാരണം, ഒരുപാട് ആളുകൾ ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരസ്പരം ഇരുന്ന് വീഡിയോ കാണുമ്പോൾ നല്ല വ്യൂസ് വന്നിട്ടുണ്ടാകും, 1K ഒക്കെ മുകളിലേക്ക് പോയത് തന്നെ. പക്ഷേ ഡൗൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ടാസ്കിൽ ഇവർക്ക് 500 വ്യൂസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ കുറക്കുമ്പോൾ 900 വ്യൂസൊക്കെ കുറക്കുന്നുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ്, ഈ ഒരു ഇൻവാലിഡ് ക്ലിക്ക് വരുന്നത് കൊണ്ടാണ്. യൂട്യൂബിന് മനസ്സിലാകും ഒരേ ഒരു ലൈനിൽ വ്യൂസ് വരുമ്പോൾ. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ പകരം ഞാൻ നിങ്ങളുടെ വീഡിയോ കാണും. നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ഒക്കെ താഴെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും കമൻറ്റുകൾ, സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിക്കും ഒരു ചാനലിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. നമ്മൾ അങ്ങോട്ട് സബ് കൊടുക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് സബ്, ഒരേ ലെവലിലാണ് ആ ഒരു സബ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സബും വ്യൂസും ഒക്കെ യൂട്യൂബ് മൈനസ് ചെയ്യുന്നതാണ്, സ്പാം ആയിട്ട് കണക്കാക്കിയിട്ട്. ഈ ഒരു കമൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ന്യൂ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോക്ക് താഴെ ഏറ്റവും കൂടുതൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളായിരിക്കും വരുന്നുണ്ടാവുക. ആ ഒരു വീഡിയോ ഒന്നും അവർ മുഴുവനായിട്ട് കാണണമെന്നില്ല. ജെന്യുവൻ ആയിട്ടുള്ള കമൻ്റ് ഇല്ലാതെ മുഴുവൻ ഈ രീതിയിലുള്ള കമൻറ്റുകൾ വരുമ്പോൾ യൂട്യൂബിനത് പെട്ടെന്ന്
മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു കമൻറ്റുകൾ മാത്രം കൂടുതലായിട്ട് വരുമ്പോൾ നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടത് വ്യൂസ് സ്പാം ആവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണം, സ്പാം അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതെന്തായാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം ഒരു ന്യൂ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം വ്യൂസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും ആദ്യം അവർ ചാനൽ തുടങ്ങിയ സമയത്ത് കിട്ടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പോയിന്റ് വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, YT സ്റ്റുഡിയോ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫേസ് കാണിച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഫേസ് കാണിച്ച് ചെയ്ത വീഡിയോക്കും വോയിസ് ഓവർ കൊടുത്ത വീഡിയോക്കും ഞാൻ ചെയ്യുന്ന ഒരു വിഡ്ഢിത്തരം ഉണ്ടായിരുന്നു, ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് സംഭവം മുഴുവൻ അപ്ലോഡ് ചെയ്യാൻ എല്ലാം കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇരുന്ന് കണ്ടു നോക്കും, പബ്ലിക് ആക്കുന്നതിന് മുന്നേ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഞാൻ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ, ഒറിജിനൽ ഫയൽ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ അതൊന്ന് എടുത്ത് പ്ലേ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഇത് യൂട്യൂബിൽ പ്ലേ ആകുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. നമ്മൾ ചെയ്തൊരു വീഡിയോ, ഒരു കൗതുകം എന്താണെന്നറിയില്ല, പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കിങ്ങനെ ആ ഒരു ബഫറിങ് ഒക്കെ വന്ന് കറങ്ങി യൂട്യൂബിൽ അതിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാനിരുന്ന് കാണുമായിരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് പബ്ലിക് ആക്കുന്നതിന് മുന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാ ഓപ്ഷനും കൊടുത്ത ശേഷം പബ്ലിക് ആക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു 20 അതിൽ കൂടുതലൊക്കെ വ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടും ഞാൻ മാത്രം കണ്ടിട്ട് വന്നിട്ടുണ്ടായിരിക്കും. പിന്നീട് അത് യൂട്യൂബ് സ്പാം ആക്കി കളയുന്നുണ്ടാകും. പക്ഷേ എന്തായാലും എൻ്റെ ഒരു അവസ്ഥ അതായിരുന്നു. പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പാമായി കുറക്കുമ്പോൾ നമുക്ക് ആക്യുറേറ്റായിട്ട് നമ്മൾ കണ്ടത് മാത്രമായിരിക്കില്ല കുറക്കൽ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സബ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആംഗിളിൽ വന്ന വ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് കുറക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾക്ക് YT സ്റ്റുഡിയോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് അതിനായിട്ട് തന്നെ നൽകിയതാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ വ്യൂസ് ചെക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് വേർഷനിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിൽ സ്പാം ആവുന്ന ആ ഒരു പ്രോബ്ലം വരുന്നതല്ല. അതല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്ന രീതിയിലേക്ക് വരരുത്. ഒരു തവണയൊക്കെ കണ്ടു എന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ അതിൽ കൂടുതൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.